ഹലോ, നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറി സ്കിന്ന് നല്ല നിറമുള്ളതാക്കുകയും ഗ്ലോയിങ് ആക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരുടെയും വീട്ടിലുള്ള കാപ്പിപ്പൊടിയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നുകാർക്ക് പ്രത്യേകവും ഓയിലി സ്കിന്നുകാർക്ക് പ്രത്യേകമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഡ്രൈ സ്കിന്നിനുള്ള പാക്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കാപ്പിപ്പൊടി എടുത്തു. അതിലേക്ക് 2 സ്പൂൺ അളവിൽ തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേനാണ്. 1 സ്പൂൺ അളവിലാണ് തേൻ കൂടി ചേർക്കുന്നത്. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പാക്ക് റെഡിയാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ആദ്യം തന്നെ 1 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി എടുത്തു. ഇനി എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അതും 1 സ്പൂൺ അളവിലെടുത്തു. ഇനി ഇതിലേക്ക് റോസ് വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. അത് ഒരു പേസ്റ്റ് പരുവത്തിലാകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് റോസ് വാട്ടർ കൂടി ആഡ് ചെയ്യണം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. ആവശ്യത്തിന് വേണമെങ്കിൽ റോസ് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ചുകൂടി റോസ് വാട്ടർ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഫേസിൻ്റെ ഒരു ഭാഗത്ത് ഡ്രൈ സ്കിന്നിനുള്ള ഫേസ് പാക്കും ഒരു ഭാഗത്ത് ഓയിലി സ്കിന്നിനുള്ള ഫേസ് പാക്കുമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡ്രൈ സ്കിന്നിനുള്ള ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള ടാനൊക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല നിറമുള്ളതാക്കാൻ വേണ്ടിയിട്ട് കാപ്പിപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള കഫീൻ നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള ചുളിവുകളൊക്കെ മാറ്റുന്നു. മുഖക്കുരു വന്ന കറുത്ത പാടുകളൊക്കെ മാറ്റാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡെഡ് സ്കിൻസൊക്കെ മാറ്റി നല്ല ഗ്ലോയിങ് ആക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈ സ്കിന്നുകാരെ സംബന്ധിച്ച് സ്കിന്നിന് ഏറ്റവും അത്യാവശ്യം ഈർപ്പമാണ് വേണ്ടത്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള തൈരായാലും അതുപോലെ തേനായാലും നമ്മുടെ സ്കിന്നിന് നല്ല ഈർപ്പം നിലനിർത്തുന്നുണ്ട്. തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് അത് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് നൽകുന്നത് കൊണ്ട് തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആവുന്നു. തേനായാലും സ്കിന്നിനെ നല്ല ഗ്ലോയിങ് ആക്കുകയും അതുപോലെ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഫേസിൽ ഏകദേശം ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിയാറായി. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത ഭാഗത്തായിട്ട് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്യാം. ഓയിലി സ്കിന്നുകാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് മുഖക്കുരു. അത് നമ്മുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ കാരണമാണ് അങ്ങനെ മുഖക്കുരുവിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ ഏറ്റവും സഹായിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അതുപോലെ റോസ് വാട്ടറാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഫേസിന് കറുത്ത പാടുകളൊക്കെ മാറ്റി കരിവാളിപ്പൊക്കെ മാറ്റി സ്കിന്നിനെ നല്ല ഗ്ലോയിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ ടൈപ്പിനനുസരിച്ച് ഈ 2 ഫേസ് പാക്കുകളിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് തയ്യാറാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് ഡ്രൈ സ്കിന്നിനും ഒരു ഭാഗത്ത് ഓയിലി സ്കിന്നിനും ഉള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം പാക്ക് നന്നായിട്ട് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്യാം. ഒരു ഭാഗത്ത് ഡ്രൈ സ്കിന്നിനുള്ളതായിരുന്നു, ഒരു ഭാഗത്ത് ഓയിലി സ്കിന്നിനുള്ളതായിരുന്നു. ഇതിപ്പോൾ കയ്യിലേക്ക് വരുന്നൊന്നുമില്ല. ഇനി ഇത് വാഷ് ചെയ്തിട്ട് കാണാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഇങ്ങനെയാണുള്ളത്. ഫേസിലെ കരിവാളിപ്പൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുന്നതിനും ഗ്ലോയിങ് ആവുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഫേസിൽ 2 പാക്കും അപ്ലൈ ചെയ്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അവരവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ്. എൻ്റെ ഓൾറെഡി ഒരു നോർമൽ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാത്രം ഇത് അപ്ലൈ ചെയ്യുക. നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ലവ് യു ആൾ. താങ്ക് യു. ബൈ ബൈ.